ഹായ് വെൽക്കം ടു ലൊബീസ് കിച്ചൻ. ഇത് നമ്മൾ ചെയ്യുന്നത് പെട്ടെന്ന് കുട്ടികൾക്കൊക്കെ ടിഫിൻ ബോക്സിൽ വെച്ച് കൊടുക്കാൻ പറ്റിയ ഒരു ഈസി സാൻഡ്വിച്ചാണ്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നിങ്ങൾ ഇതുവരെ ലൊബീസ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ഈ ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഈ സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട, നമ്മുടെ അത്യാവശ്യം വീട്ടിലുള്ള കുറച്ച് സാധനങ്ങളൊക്കെ മതി. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 3 ബ്രെഡ് സ്ലൈസസ് ആണ്. അതുപോലെ തന്നെ ഒരു ഷീറ്റ് ചീസ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതുപോലെയുള്ള ഷീറ്റ് ചീസ് ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ളത് എങ്ങനത്തെയാണെന്ന് വെച്ചാൽ അതെടുത്താലും മതി. ഇതാകുമ്പോൾ കുറച്ചുകൂടി ഈസി ആയിരിക്കും. പിന്നെ മയോണൈസ്, അപ്പോൾ നമ്മൾ ഒന്നീ വീട്ടിലുണ്ടാക്കിയ മയോണൈസ് ഉപയോഗിക്കണം, അല്ലെങ്കിൽ ഇതുപോലെ ബോട്ടിലിൽ വാങ്ങുന്നത് ഉപയോഗിക്കാം. പിന്നെ ഞാനൊരു മുട്ട എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ വെജാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഈ മുട്ട അങ്ങ് ഒഴിവാക്കാം, അല്ലെങ്കിൽ പകരം ചിക്കനോ എന്തെങ്കിലും വെക്കാം. പിന്നെ ഒരു ടൊമാറ്റോ ഒരു 3 പീസാക്കി കട്ട് ചെയ്തത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സവാളയും 2 പീസ് കട്ട് ചെയ്തത് വെച്ചിട്ടുണ്ട്. പിന്നെ പെപ്പർ പൗഡറും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പുമാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഞാനിതിന് വേണ്ടി ഗ്രീൻ ലീവ്സ് ഒന്നും എടുത്തിട്ടില്ല. ഏതെങ്കിലും സാലഡ് ലീവ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ വേറെ ഇലകളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാനത് എടുത്തിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ട് ഫസ്റ്റ് ഒരു ബ്രെഡ് സ്ലൈസ് എടുത്ത് അതിൻ്റെ പുറത്ത് ഇതുപോലെ ഒരു ചീസ് വെച്ച് കൊടുക്കണം. ഇപ്പോൾ ഷീറ്റാണെങ്കിൽ ഇതുപോലെ ബ്രെഡിൻ്റെ സൈസിൽ തന്നെ നമുക്ക് വെക്കാൻ പറ്റും. അല്ലാതെ നിങ്ങളുടെ ബോട്ടിലുള്ളതാണെങ്കിൽ നിങ്ങളൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഈ ചീസിൻ്റെ പുറത്തേക്ക് നമ്മുടെ തക്കാളി പീസാക്കിയത് വെച്ച് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ സവാളയും വെക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടി ഒരു ബ്രെഡിൻ്റെ സ്ലൈസിൻ്റെ പുറത്ത് വെക്കരുത്. അങ്ങനെ ആകുമ്പോൾ സാൻഡ്വിച്ച് റെഡിയായി വരില്ല. പുറത്തേക്ക് കടന്ന് കിടക്കാതെ തന്നെ ഇതൊന്ന് വെച്ച് കൊടുക്കണം. ഇപ്പോൾ ഈ സമയത്ത് ഗ്രീൻ ലീവ്സ് ഉണ്ടാക്കി ഇതിൻ്റെ കൂടെ തന്നെ വെക്കാം. അപ്പോൾ ഞാൻ ഇല്ലാത്തത് കൊണ്ട് വെക്കുന്നില്ല. അതുപോലെ കുറച്ച് പെപ്പർ പൗഡറും അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിലിടുമ്പോൾ ശ്രദ്ധിച്ച് വേണം ഇടാൻ, ആവശ്യത്തിന് മാത്രമേ ഇടാൻ പാടുള്ളൂ. ഇനി വേണ്ടത് മയോണൈസ് സ്പ്രെഡ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ബ്രെഡിൽ നമ്മൾ ചീസ് വെച്ചതുകൊണ്ട് തന്നെ മയോണൈസ് വെച്ചിട്ടില്ല. പക്ഷേ ഇനി അത് കവർ ചെയ്യാനുള്ള ബ്രെഡ് പീസിൽ നമ്മൾ മയോണൈസ് വെക്കുന്നുണ്ട്. മയോണൈസ് വെച്ചില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് ബ്രെഡ് സാൻഡ്വിച്ച് എടുക്കുമ്പോൾ ഒട്ടിപ്പിടിച്ചിരിക്കാൻ ഒന്നും ഇല്ലാത്തത് കൊണ്ട് എല്ലാം അകത്തിരിക്കുന്ന ഫില്ലിംഗ് എല്ലാം കൂടി പുറത്തേക്ക് പോകും. അപ്പോൾ അങ്ങനെ പോവാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇതുപോലെ മയോണൈസ് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റും ഉണ്ടാവും. അതുപോലെ തന്നെ അകത്തുള്ള ഫില്ലിംഗ് ഒക്കെ നന്നായിട്ട് ഒട്ടിപ്പിടിച്ചിരിക്കുകയും ചെയ്യും. അപ്പോൾ ഇതൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്യണം. നമ്മളെ ഫില്ലിംഗ് ഒക്കെ പുറത്തോട്ട് പോവാതെ ഒന്ന് പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 2 സ്ലൈസ് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇതിൻ്റെ പുറത്തും കുറച്ച് മയോണൈസ് ഇതുപോലെ സ്പ്രെഡ് ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മയോണൈസ് വീട്ടിലുണ്ടാക്കി ചെയ്താലും മതി, അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അതുപോലെ തന്നെ ബാക്കിയുള്ള ഒരു പീസിൽ 3ാമത്തെ പീസിൻ്റെ ഒരു സൈഡിൽ മാത്രം ഞാൻ മയോണൈസ് ഒന്ന് സ്പ്രെഡ് ചെയ്യുവാണ്. അകത്തെ ഫില്ലിംഗ് ഒക്കെ പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ നല്ല ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ മയോണൈസിലും കുറച്ച് ഉപ്പൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഉപ്പിടുമ്പോൾ അതനുസരിച്ചുള്ള ഉപ്പിട്ടാൽ മതി. നിങ്ങൾ എന്താണോ ഫില്ലിംഗ് വെക്കുന്നത് അതിനാവശ്യമുള്ള ഉപ്പിട്ട് കൊടുത്താൽ മതി. ഇനി മുട്ട ഞാൻ ബോയിൽ ചെയ്തതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ പുഴുങ്ങിയ മുട്ട ഒന്ന് ഇതുപോലെ കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കണം. ഇപ്പോൾ ഈ പുഴുങ്ങിയ മുട്ടയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ മുട്ട ഒന്ന് ബുൾസൈ ആക്കിയിട്ട് വെച്ച് കൊടുക്കാം. അങ്ങനെയാണെങ്കിലും മതി. അല്ലെങ്കിൽ ചിക്കൻ ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്ത് വെച്ച് കൊടുത്താൽ മതി. ഇനി ഇതൊന്നും വേണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വെജിറ്റബിൾസ്, നിങ്ങൾ വെജ് സാൻഡ്വിച്ചാണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വെജിറ്റബിൾസ് വെച്ച് കൊടുത്താലും മതി. അപ്പോൾ മുട്ട ഞാനൊന്ന് ബ്രെഡിൻ്റെ പുറത്തേക്ക് പോവാതെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറത്തേക്കും കുറച്ച് കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉപ്പ് ശ്രദ്ധിച്ച് ചേർത്താൽ മതി. മയോണൈസിൽ ആവശ്യത്തിന് ഉപ്പുണ്ടാകും. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പ് ഇതിൻ്റെ പുറത്തേക്ക് ഒഴിക്കാം. ഞാനിപ്പം ടൊമാറ്റോയുടെ പീസ് വെച്ചതുകൊണ്ട് പിന്നെ കെച്ചപ്പും കൂടി ഒഴിക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും. പിള്ളേർക്കൊക്കെ ആണെങ്കിൽ കെച്ചപ്പ് വെച്ചാൽ ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മൾ വെച്ച ആ കവർ ആദ്യം ലാസ്റ്റ് വെച്ച് ആ ബ്രെഡിൻ്റെ പീസും വെച്ച് നന്നായിട്ട് കവർ ചെയ്ത് ഒന്ന് പ്രസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് സാൻഡ്വിച്ച് മേക്കർ ഉണ്ടെങ്കിൽ അതിൽ വെച്ച് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ ഫ്രൈ പാനിലാണ് വെച്ചിട്ട് ഇതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് ഒലിവ് ഓയിൽ ഒഴിക്കുന്നുണ്ട്. ഒലിവ് ഓയിൽ ഒഴിച്ച് ഒന്ന് ഈ പാനിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ചൂടായതിന് ശേഷം അധികം ചൂടിൽ വെക്കാൻ പാടില്ല, ചെറിയ ചൂടിൽ വേണം, ബ്രെഡ് ആയതുകൊണ്ട് തന്നെ ചെയ്തെടുക്കാൻ. ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കണം. തീ കൂട്ടി വെക്കുകയാണെങ്കിൽ ബ്രെഡിൻ്റെ സൈഡുകൾ കരിഞ്ഞു പോകും. അതുകൊണ്ട് ചെറിയ ചൂടാവുമ്പോഴേ അകത്തേക്കൊക്കെ ചൂട് പിടിക്കുള്ളൂ. സാൻഡ്വിച്ച് മേക്കർ ആണെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് വെച്ചിട്ട്
2 മിനിറ്റ് കൊണ്ടൊക്കെ തന്നെ എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ തിരിച്ചിട്ടും ഇതുപോലെ ഒന്ന് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്യണം. അപ്പോൾ ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചതിന് ശേഷം ഈ സാൻഡ്വിച്ച് രണ്ടായിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് നമുക്ക് സെർവ് ചെയ്യാം. സെർവ് ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്ക് ടൊമാറ്റോ കെച്ചപ്പിൽ മുക്കി കഴിക്കാം, അല്ലെങ്കിൽ മയണൈസിൽ തന്നെ കഴിക്കാം. അപ്പോൾ പെട്ടെന്ന് നമുക്ക് വിശക്കുമ്പോഴൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയൊരു സാൻഡ്വിച്ചാണ്. അതുപോലെ കുട്ടികൾക്ക് ടിഫിൻ ബോക്സിൽ കൊടുത്തു വിടാനും നല്ലതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലുബീസ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യണം. കൂടാതെ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്